അടുത്ത ഭാഗം നോക്കിയാലോ. ദ ചേസ്. ദ ചേസ് എന്ന് പറഞ്ഞാൽ പിന്തുടരുക. പോലീസ് കള്ളൻ്റെ പിന്നാലെ ഓടുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് നിങ്ങൾ തൊട്ടുകളിയൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾ അവരുടെ പിന്നാലെ ഓടും. അതിനാണ് ചേസ് എന്ന് പറയുക. നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ട്രീ ഉണ്ട്, ചിക്സ് ഉണ്ട്, നെസ്റ്റ് ഉണ്ട്. അതുപോലെ ഇതാണ് സ്ക്യൂരൽ. അണ്ണാൻ്റെ പേരാണ്, അണ്ണാനെ പറയുന്ന പേരാണ് സ്ക്യൂരൽ. പിന്നെ താഴെയോ ഒരു ക്യാറ്റ് ഉണ്ട്. ഇവിടെ ഒരു റോക്കി ക്യാറ്റിനെ നോക്കി നിൽക്കുന്നു. നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂരൽ. He thought of having some fun. He chased the cat. Leave me, let me catch the squirrel. The cat hissed at him. By then, the squirrel had climbed up a tree. Chill, 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 it mocked the cat. The cat also climbed up. Rocky stood below and looked at the cat. ഇനി നമുക്ക് ഇതിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ദ ചേസ്, പിന്തുടരുക. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂരൽ. റോക്കി ഒരു ക്യാറ്റ് ഒരു സ്ക്യൂരലിനെ ചേസ് ചെയ്യുന്നത് കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. അവൻ ഒരു കുസൃതി ഒപ്പിക്കാം അല്ലെങ്കിൽ ഒരു തമാശ ഒപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഹി ചേസ്ഡ് ദ ക്യാറ്റ്. റോക്കി ആ ക്യാറ്റിനെ ചേസ് ചെയ്തു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. എന്നെ വിടൂ. ലീവ് മീ, എന്നെ വിടൂ. ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂരൽ. ഞാൻ ആ സ്ക്യൂരലിനെ പിടിക്കട്ടെ. ദ ക്യാറ്റ് ഹിസ്ഡ്. ക്യാറ്റ് ഒരു സൗണ്ട് ഉണ്ടാക്കി, ഒരു പേടിപ്പിക്കുന്ന സൗണ്ട് ഉണ്ടാക്കി. ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. ആർക്ക് നേരെയാണ് സൗണ്ട് ഉണ്ടാക്കിയത്? റോക്കിക്ക് നേരെ ഒരു സൗണ്ട് ഉണ്ടാക്കി. ബൈ ദെൻ ദ സ്ക്യൂരൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ആ നേരം കൊണ്ട് സ്ക്യൂരൽ മരം കയറി കഴിഞ്ഞിരുന്നു. ചിൽ ചിൽ ചിൽ, ഇറ്റ് മോക്ക്ഡ് ദ ക്യാറ്റ്. ചിൽ 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 എന്ന് വെച്ചുണ്ടാക്കി ആ സ്ക്യൂരല് ക്യാറ്റിന് നേരെയാണ് ആ ഒച്ച ഉണ്ടാക്കിയത്. ദ ക്യാറ്റ് ആൾസോ ക്ലൈംബ്ഡ് അപ്പ്. ക്യാറ്റും ആ മരം കയറി. റോക്കി സ്റ്റുഡ് ബിലോ. റോക്കി താഴെ തന്നെ നിന്നു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. എന്നിട്ട് ആ ക്യാറ്റിനെ തന്നെ നോക്കിക്കൊണ്ടാണ് നിന്നത്. വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി. ആ ക്യാറ്റ് എന്തായിരിക്കും റോക്കിയോട് പറയുന്നുണ്ടാവുക? പ്ലീസ് ലീവ് മീ, എന്നെ വിട്ടയക്കൂ. ഐ വാണ്ട് ടു ക്യാച്ച് ദ സ്ക്യൂരൽ. എന്നെ വിടൂ, ഞാൻ ആ സ്ക്യൂരലിനെ പിടിക്കട്ടെ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കും. നമുക്കിനി ആക്ടിവിറ്റി നമ്പർ 6 ഒന്ന് നോക്കാം. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നമുക്കിവിടെ കുറച്ച് കടങ്കഥകൾ തന്നിട്ടുണ്ട്. കടങ്കഥകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, ഒരു സാധനത്തിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് സവിശേഷതകൾ പറയും. അപ്പോൾ നമ്മൾ അതെന്താണ് സാധനം അല്ലെങ്കിൽ അത് ആരാണെന്നൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇവിടെ കുറച്ച് റിഡിൽസ് തന്നിട്ടുണ്ട്. നമുക്ക് ആ റിഡിൽസ് വായിച്ചു നോക്കി ഇതുപോലെ വേറെ റിഡിൽസ് ഉണ്ടാക്കാം. ഈ കാണുന്നത് എന്താ? ഇതൊരു പീക്കോക്ക് അല്ലേ? നമുക്ക് പീക്കോക്കിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് വായിച്ചു നോക്കാം. ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. എനിക്ക് നീണ്ട തൂവലുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. ഞാൻ മഴയത്തെല്ലാം നൃത്തം ചെയ്യും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ സുന്ദരിയാണ്. ഹു ആം ഐ? ഞാൻ ആരാണ്? നമുക്ക് മനസ്സിലായല്ലോ, ഇത് പീക്കോക്കാണ്. അടുത്ത റിഡിലൊന്ന് വായിച്ചു നോക്കാം. മൈ ബീക്ക് ഈസ് സ്ട്രോങ്. എൻ്റെ കൊക്ക് വളരെ ബലമുള്ളതാണ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ ട്രീസിലെല്ലാം കൊത്തി ഓട്ടകളുണ്ടാക്കും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എനിക്ക് തൂവലുകൊണ്ട് ഒരു കിരീടമുണ്ട്. ഹു ആം ഐ? നമുക്ക് മനസ്സിലായില്ല, ഇത് ആരാ? നമ്മുടെ മരം കൊത്തി വുഡ് പെക്കറിനെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ ഡോഗ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത്? ഒരു എലിഫൻ്റ് ഉണ്ട്. ഡോഗിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഡോഗിന് എത്ര കാലമുള്ളത്? അതുപോലെ ഡോഗിന് ഒരു നീണ്ട ടെയിലുണ്ട്. പിന്നെ ഡോഗ് എന്തൊക്കെ പണിയാണ് ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കിയ എല്ലാവരും. അതുപോലെ ആന എന്ന് ഉത്തരം കിട്ടുന്ന കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിക്കേ. എനിക്ക്
നല്ല നീളമുള്ള കാലുകളുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്, വാലുണ്ട്. പിന്നെ ആനയുടെ പ്രത്യേകത എന്താ? ആനേൻ്റെ കളർ എന്താ? വൈറ്റ് ആണോ അതോ റെഡ് ആണോ? ആനയ്ക്ക് മാത്രമുള്ളൊരു കളറുണ്ട്, അതെന്താ? ഒരു എക്സാമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ എല്ലാവരും. ആനയുടെ അല്ല സോറി, നമ്മുടെ ഡോഗിൻ്റെ കുറച്ച് പ്രത്യേകതകളാണ് എഴുതിയിട്ടുള്ളത്. ഐ ഹാവ് 4 legs. എനിക്ക് 4 കാലുകളുണ്ട്. ഐ ഹാവ് എ ലോങ് ടെയിൽ. എനിക്കൊരു നീളമുള്ള വാലുണ്ട്. ഐ ബാക്ക്. ഞാൻ കുരയ്ക്കും. ഐ ഗാർഡ് ഹൗസ്. ഞാൻ വീടിനെല്ലാം എന്നും കാവലാണ്. ഹൂ ആം ഐ. ഞാൻ ആരാണ്? ഒരു ഡോഗിനെ കുറിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ലേ ഡോഗിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളതെന്ന്. ഇനി അടുത്തത് നോക്കിയാലോ. ഐ ഹാവ് എ ലോങ് നോസ്. എനിക്കൊരു നീളമുള്ള മൂക്കുണ്ട്. ഐ ഹാവ് ബിഗ് ഇയേഴ്സ്. എനിക്ക് വലിയ ചെവികളുണ്ട്. ഐ ഹാവ് 4 legs ലൈക്ക് പില്ലേഴ്സ്. എനിക്ക് വലിയ 4 കാലുകളുണ്ട്. തൂണ് പോലത്തെ കാലുകളാണ് എൻ്റേത്. ഐ ആം ബിഗ്. ഞാൻ വളരെ വലുതാണ്. ഹു ആം ഐ. ഞാൻ ആരാണ്? ഈ ഫീച്ചേഴ്സൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആരെന്ന് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? എല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ.